ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമല്ല. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ തുളസി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും തുളസി ചെടി. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മളിവിടെ നട്ടുപിടിപ്പിക്കും. അപ്പോൾ പലരുടെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാട് പോലെ. നമുക്ക് പ്രത്യേക പരിചരണമൊന്നും ഇതിന് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ നിറച്ച് മുളച്ച് നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ ചട്ടിയിലൊക്കെയാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചേക്കണത്. അപ്പോൾ നമുക്കിവിടെ അധികം മണ്ണൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചട്ടികളിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം നമുക്ക് ഉയരത്തിലൊന്നും ഇത് കൊണ്ട് വലുതാക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ കതിര് വരുന്ന ഭാഗമൊക്കെ വെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ബുഷ് പോലെയായിട്ട് നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മളിവിടെ ഇത് നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ ഈ കിളികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൂട്ടിൽ ഇഷ്ടംപോലെ കുടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പേരുണ്ടെന്ന് പോലും ഇപ്പോൾ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കുറച്ചങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇലയാണ് ഇട്ടത്, തുളസിയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല ചെറുള്ളയുടെ ഇലയും കൂടി കൊടുക്കും. പിന്നെ പനികൂർക്കയുടെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇവർ മാത്രമല്ല കേട്ടോ നമുക്കുള്ളത്. ഇവിടെ നമുക്ക് പിഞ്ചസ് എന്ന് പറഞ്ഞ ഒരു കിളിയും കൂടിയിട്ടുണ്ട്. ഈ ചെറുള എന്ന് പറഞ്ഞ ആ ഒരു ചെടി നമുക്ക് ഇവർക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും ലവ് ബേഡ്സിന്. പിന്നെ നമുക്ക് ചെറുള എല്ലാവർക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്. അത് യൂറിൻ ഇൻഫെക്ഷന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്, ഒറ്റമൂലിയാണ്. അത് സമൂലം കഴുകി അതിന് ചതച്ചിട്ട് അത് വെള്ളം തിളപ്പിച്ച് ഒരു 2 ദിവസത്തിൽ 2-3 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഇൻഫെക്ഷൻ നമുക്ക് പോയി കിട്ടും. ഒരാഴ്ച കുടിക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെയുള്ള എത്ര മാറാത്ത ഇൻഫെക്ഷൻ നമുക്കത് മാറി കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഞാനതൊക്കെ ചെയ്യേണ്ടതാണ്. നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ നല്ലപോലെ വരും. ഈ പ്രായത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ പലർക്കും അനുഭവിക്കണ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യണത്. ഇതാണ് നമ്മുടെ പിഞ്ചസ് കുട്ടികൾ. അവർക്കും നമ്മൾ സാധാരണ കൊടുക്കണ പോലെ തന്നെ ഈ ചാമയും തുളസിയുടെ ഇലയും പനികൂർക്കയുടെ ഇലയും ഈ ചെറുള്ള ഇലയൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അവരിവിടെ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ഇവരുടെ അടുത്തേക്ക് നമ്മൾ പുറത്തുനിന്നുള്ള കുഞ്ഞിക്കിളികളുണ്ടല്ലോ, പുറത്ത് നടക്കുന്നത്, അവർ വരും കഥ പറയാനൊക്കെ ആയിട്ട്. പിന്നെ അവർക്ക് തണുപ്പ് കാലമല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ പുതപ്പൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിൽ കിളികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ചാവും അവർ. അപ്പോൾ നമുക്ക് എന്താ കാരണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് കേട്ടോ ചെറുള്ള കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.